മുണ്ടക്കയത്ത് നെടുന്തോട്ടിൽ അവശനിലയിൽ കണ്ടെത്തിയ യുവാവിനെ പോലീസ് രക്ഷപ്പെടുത്തി. യുവാവിനെ തൊട്ടിൽ കിടക്കുന്നതായി കണ്ടതായി നാട്ടുകാരാണ് പോലീസിനെ വിവരം അറിയിച്ചത്. വേഗത്തിൽ തന്നെ പെരുവന്താനം പോലീസ് സ്ഥലത്തെത്തി. ഇങ്ങോട്ട് കൊണ്ടുവരാ. ഒഴുക്കുണ്ടോ? അവിടെ നിന്ന് ഒഴുക്കുണ്ടല്ലോ. ഞാൻ പറഞ്ഞോ. നിതിൻ തോമസ് വിവരങ്ങളുമായിട്ടുണ്ട്. നിതിൻ, എങ്ങനെ ഇയാൾ തൊട്ടിൽ പെട്ടു എന്നാണ് സംശയിക്കുന്നത്? ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ദിവീഷ്, ഇന്ന് രാവിലെ 6:30 കൂടിയിട്ടായിരുന്നു ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. യുവാവിനെ തോട്ടിൽ കിടക്കുന്നതായി കണ്ടതായി നാട്ടുകാർ പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പെരുവന്താനം പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ഈ യുവാവ് മരണപ്പെട്ടു എന്ന് കരുതിയ നാട്ടുകാർ മാറി നിൽക്കുകയായിരുന്നു. ഉടൻ തന്നെ പോലീസ് തോട്ടിലിറങ്ങി പരിശോധിക്കുകയായിരുന്നു. യുവാവിന് ജീവനുണ്ടെന്ന് കണ്ടെത്തുകയും ഉടൻ തന്നെ ഇയാളെ രക്ഷപ്പെടുത്തി മുണ്ടക്കയത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. പിന്നീട് തുടർ ചികിത്സയ്ക്കായി യുവാവിനെ കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ശാരീരിക അസ്വസ്ഥതകളെ തുടർന്ന് യുവാവ് മരുന്ന് കഴിച്ചതായി വീട്ടുകാര് പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ എന്ത് സംഭവിച്ചതാണ് എന്നുള്ളത്, ഈ ബോധക്ഷയം വന്ന് അല്ലെങ്കിൽ ഈ എത്തരത്തിലാണ് ഈ ആറ്റിൽ പെട്ടുപോയത് എന്നുള്ളത്, അല്ലെങ്കിൽ തോട്ടിൽ പെട്ടുപോയത് എന്നുള്ളത് ഇനി യുവാവിന് പൂർണ്ണമായും സംസാരിക്കാനും ഈ അബോധാവസ്ഥയൊക്കെ മാറിയതിനു ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. പെരുവന്താനം പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർമാരായ സിയാദ്, ജോമോൻ എന്നിവർ ചേർന്നാണ് ഈ തോട്ടിലിറങ്ങി ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത്. അപകടനില തരണം ചെയ്തതിനു ശേഷമാണ് മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റിയിരിക്കുന്നത്. ശരി. എന്തായാലും വളരെ സാഹസികമായി തന്നെയാണ്. ആ വെള്ളത്തിൽ ഏകദേശം നല്ലോണം മുങ്ങിപ്പോകുന്ന നിലയിലുള്ള സ്ഥലത്തു നിന്നാണ് പോലീസുകാർ ആ യുവാവിനെ ഇക്കരെ എത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്തായാലും പോലീസിൻ്റെ സംയോജിതമായ ഇടപെടൽ ഒരാളുടെ ജീവൻ രക്ഷപ്പെടുത്തുകയാണ്.